നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ലക്ഷ്യം വെച്ചവരെ സൈന്യം പിടികൂടിയ വാർത്ത ആദ്യം എത്തുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ജനങ്ങൾ സന്തോഷിക്കുന്നതിനിടയിൽ ഭീകരാക്രമണം നടത്താൻ ശ്രമിച്ച 253 പേരെയാണ് സൈന്യം പിടികൂടിയത്. പാക് ചാരസംഘടന ISIയുമായി ബന്ധമുള്ള ഷെഹ്സാദ് ഭട്ടി ഭീകര ശൃംഖലയാണ് തകർക്കപ്പെട്ടത്. എടുത്തു പറയേണ്ട കാര്യം, അറസ്റ്റിലായവരിൽ 2 പേർ മലയാളികളാണെന്നതാണ്. ആദ്യം ഈ റിപ്പോർട്ട് കാണാം. അതിനുശേഷം വാർത്ത റിപ്പോർട്ട് ചെയ്ത ജിഷ്ണുവിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടെ രാജ്യത്ത് സ്ഫോടനം ഉൾപ്പെടെ ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടന ISIയും ഭീകര സംഘടനകളും ആസൂത്രണം ചെയ്തതായി IB നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി തകർത്ത് 253 ഭീകരരെ പിടികൂടിയത്. ചാരസംഘടനയായ ISIയുടെയും ഭീകരൻ ഷെഹ്സാദ് ഭട്ടിയുടെയും നിർദ്ദേശമനുസരിച്ച് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ സ്ഫോടനവും ഭീകരാക്രമണവും നടത്താൻ പദ്ധതിയിട്ടവരാണ് പിടിയിലായത്. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുന്ന മോദി സർക്കാരിന്റെ നയത്തിന്റെയും സുരക്ഷാ സേനയുടെ കരുത്തിന്റെയും ഉദാഹരണമാണ് നടപടിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഗ്രനേഡുകൾ, തോക്കുകൾ, വെടിയുണ്ട, ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന CCTV ക്യാമറകളും പിടിച്ചെടുത്തതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചു. കേരളത്തിൽ നിന്ന് 2 ഭീകരരെയും ഉത്തർപ്രദേശിൽ 62ഉം ഹരിയാനയിൽ 52ഉം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭീകരരെ പിടികൂടിയത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.